അലമാരയിലെ ആൽബത്തിൻ്റെ താളുകളിൽ പതുക്കെ മങ്ങി തുടങ്ങിയ ഒരു ഫോട്ടോ. പക്ഷേ ഓർമ്മത്താളിൽ ആ ചിത്രത്തിന് ഇപ്പോഴും തിളക്കമേറെ. എൻ്റെ സ്കൂൾ ഓർമ്മകളുടെ ബാക്കി പത്രം, എൻ്റെ സ്കൂൾ ഫോട്ടോ. ഒരു സ്വപ്നം പോലെ കണ്ണടച്ചു തുറക്കും മുന്നേ കഴിഞ്ഞുപോയ എൻ്റെ വിദ്യാലയ കാലം. ദൈർഘ്യം കുറവെങ്കിലും മനോഹരമായിരുന്നു ആ കാലം. പലപ്പോഴും സ്കൂൾ മുറ്റത്തേക്ക് മനസ്സ് വീണ്ടും ഓടിച്ചെല്ലാറുണ്ട്. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് ഓരോരുത്തർക്കും സ്വന്തം വിദ്യാലയ ജീവിതം. കണ്ണീരിൻ്റെ ഉപ്പും ചിരിയുടെ മാധുര്യവും സൗഹൃദത്തിൻ്റെ നിറങ്ങളും. ആ വിദ്യാലയമുറ്റത്തേക്ക് ഒരിക്കൽ കൂടി എത്താൻ കഴിഞ്ഞെങ്കിലെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയും ഗതാഗത സൗകര്യവും എന്തിനും ഫോൺ പോലും അപൂർവമായിരുന്ന ആ കാലത്തിൽ എന്നെപ്പോലെ ഭിന്നശേഷിയായ ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകുക, പഠിക്കുക എന്നതൊക്കെ അത്ര എളുപ്പമായിരുന്നില്ല. വയ്യാതെ ഇരിക്കുന്ന കുട്ടി പഠിച്ചിട്ട് പ്രത്യേകിച്ച് എന്ത് നേടാൻ എന്നൊരു ചിന്ത നമ്മുടെ പൊതുസമൂഹത്തിലും അതുവഴി നമ്മുടെ ഉള്ളിലും ശക്തമായി വന്നുകൊണ്ടിരിക്കുന്ന സമയം. എങ്കിലും മറ്റു കുട്ടികൾ സ്കൂളിൽ പോകുന്നതും പഠിക്കുന്നതുമൊക്കെ കണ്ടുള്ള ആഗ്രഹത്തിൽ സ്കൂളിൽ പോകാനൊരു മോഹം എനിക്കും ഉണ്ടായി. അങ്ങനെ അല്പ അകലെയുള്ള കന്യാസ്ത്രീ അമ്മമാർ നടത്തുന്ന ഒരു സ്കൂളിൽ എൻ്റെ വീട്ടുകാർ എന്നെയും ചേർത്തു. അധികം കുട്ടികളില്ലാത്ത ചെറിയ സ്കൂൾ, പോയി വരാൻ സ്കൂൾ വാൻ എന്നതൊക്കെയായിരുന്നു ആ സ്കൂൾ തിരഞ്ഞെടുക്കാൻ എൻ്റെ വീട്ടുകാർ കണ്ടെത്തിയ പ്രധാന കാരണം. അങ്ങനെ സ്കൂൾ വാനിൽ ഞാനും സ്കൂളിലേക്ക്. യൂണിഫോം, ബാഗ്, പുസ്തകങ്ങൾ. സ്കൂളും കൂട്ടുകാരും ഒക്കെ എങ്ങനെയാവും എന്നൊരു ആകാംക്ഷയും പേടിയും ഉള്ളിൽ നിറഞ്ഞിരുന്നു. പക്ഷേ എല്ലാ പേടികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് എൻ്റെ സ്കൂൾ എന്നെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. സ്കൂൾ വാനിലെ മാമന്മാർ മുതൽ ടീച്ചേഴ്സും കുട്ടികളും വരെ എന്നെ ചേർത്ത് പിടിച്ചു. സ്കൂളിലെ ആദ്യ ദിവസം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന എൻ്റെ കുഞ്ഞിക്കൈയിലേക്ക് മറ്റൊരു കുഞ്ഞിക്കൈ നീണ്ടു വന്ന് മുറുകെ പിടിച്ചു. സ്കൂളിലെ എൻ്റെ ആദ്യ സൗഹൃദം. അന്ന് പിടിച്ച ആ കുഞ്ഞിക്കൈകൾ ഇന്ന് വർഷങ്ങൾക്കിപ്പുറവും ഒരു ഫോൺ കോളിനും മെസ്സേജിനും അപ്പുറം കൂടെയുണ്ടെന്നുള്ളത് വലിയ സന്തോഷമാണ്. ആദ്യം ഒരത്ഭുതത്തോടെ എന്നെ നോക്കിയ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഓരോരുത്തരും പിന്നെ എൻ്റെ അരികിൽ വരികയും എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എല്ലാ സഹായത്തിനും ഒപ്പം നിൽക്കുകയും ചെയ്തു. സ്കൂൾ വാനിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന ഉടനെ എൻ്റെ ബാഗ് പിടിക്കാൻ, വാട്ടർ ബോട്ടിൽ പിടിക്കാൻ, എൻ്റെ കയ്യിൽ പിടിച്ച് ക്ലാസ്സിൽ കൊണ്ടിരുത്താൻ ഒക്കെ എൻ്റെ കൂട്ടുകാർ കാത്തിരുന്നു. സ്കൂൾ ദിനങ്ങൾ എനിക്കേറെ പ്രിയപ്പെട്ടതായി. ഇൻ്റർവെൽ സമയം മറ്റു കൂട്ടുകാർ ഓടിക്കളിക്കുന്നത് നോക്കി വരാന്തയിലിരിക്കുന്ന ഒരു കുട്ടി ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ എനിക്ക് വേണ്ടി എനിക്കൊപ്പം ഇരുന്ന് കളിക്കാവുന്ന കളികൾ തിരഞ്ഞെടുത്തു. പാവം എൻ്റെ കൂട്ടുകാർ അത്ര ചെറിയ പ്രായത്തിൽ എൻ്റെ സങ്കടം മാറ്റാൻ അവരുടെ സന്തോഷം മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ ഒപ്പം ഇരുന്നു. ഏറ്റവും മനോഹരമായിരുന്നു ആ ദിവസങ്ങൾ. പെട്ടെന്ന് തന്നെ എൻ്റെ ആ സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നു. വീഴ്ചകളുടെ എണ്ണം കൂടുകയും ഇടവേളകൾ കുറയുകയും ചെയ്തതോടെ വീട്ടിലെ പേടിയും വാത്സല്യവും നിറഞ്ഞ ചിന്തകൾ എൻ്റെ സ്കൂൾ ജീവിതത്തിന് വിരാമമിട്ടു. അന്ന് സ്കൂളും കൂട്ടുകാരും ഇനിയില്ലല്ലോ എന്നത് മാത്രമായിരുന്നു സങ്കടം. പക്ഷേ ഇന്ന് തിരിച്ചറിയുന്നു, പഠനമെന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ്. വലിയ നഷ്ടബോധമുണ്ട് പഠനം നേടാൻ സാധിക്കാതെ പോയതിൽ. എങ്കിലും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ചെറുതെങ്കിലും ഒരു വിദ്യാലയകാലം എനിക്കും ഉണ്ടായി. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഓർമ്മകളിൽ എന്നും എൻ്റെ ആ സ്കൂളും ടീച്ചർമാരും പ്രിയപ്പെട്ട കൂട്ടുകാരുമുണ്ട്. ഓർമ്മകൾക്കൊക്കെ എന്തു സുഗന്ധമാണ്. കവി പറഞ്ഞതുപോലെ, ഓർമ്മകൾക്കെന്തു സുഗന്ധം എന്നാത്മാവിൻ നഷ്ട സുഗന്ധം, എന്നാത്മാവിൻ നഷ്ട സുഗന്ധം.